എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തതിൻ്റെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പുതുതായിട്ട് പ്രഖ്യാപിച്ച വിവിധ ധനസഹായ പദ്ധതികളുടെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ക്ഷേമ പദ്ധതികളിലേക്കുള്ള അപേക്ഷ സ്വീകരിക്കൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷയ കോമൺ സർവീസ് കേന്ദ്രങ്ങൾ പോലുള്ള ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയും അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയും അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. ഓരോ മാസവും 1000 രൂപ വീതം സർക്കാർ വിതരണം ചെയ്യുവാൻ പോകുന്ന കേരള സർക്കാർ പുതുതായിട്ട് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി, അതുപോലെ തന്നെ പ്രജുല കണക്ട് വർക്ക് അഥവാ പ്രജുല സ്കോളർഷിപ്പ് എന്നീ 2 സ്കീമുകളിലേക്കുള്ള അപേക്ഷകളാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ വെരിഫിക്കേഷൻ പൂർത്തീകരിച്ച് മാസം 1000 രൂപ വീതം നൽകുന്ന ധനസഹായം ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നിയമസഭാ ഇലക്ഷന് മുൻപായിട്ട് തന്നെ 3-4 മാസം തുടർച്ചയായിട്ട് ആനുകൂല്യം ഗുണഭോക്താക്കളിലേക്ക് വിതരണം ചെയ്യുവാനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വരുന്നത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകളുടെ കോപ്പിയും അപേക്ഷയോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രവുമല്ല, സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ള മാനദണ്ഡങ്ങളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അംഗങ്ങളാകുവാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീ സുരക്ഷാ പെൻഷനിലേക്ക് 10 ലക്ഷത്തിലധികം പേർ അപേക്ഷ നിലവിൽ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നൽകേണ്ട രേഖകളുടെ അഭാവം മൂലവും പദ്ധതിക്ക് അർഹമായിട്ടുള്ളവർ അല്ലാത്തതിനാലും 1 ലക്ഷത്തിലധികം പേരുടെ അപേക്ഷകൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ അവസാന തീയതിയൊന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് ഇനിയും അപേക്ഷിക്കാവുന്നതാണ്. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിരമായിട്ടോ കരാറടിസ്ഥാനത്തിലോ ജോലി ഇല്ലാത്തതും മറ്റ് പെൻഷൻ ലഭിക്കാത്തതുമായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ സാമ്പത്തിക ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. 2025 ഡിസംബർ 22 മുതൽ ഇതിലേക്കുള്ള അപേക്ഷകൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകർ കേരളത്തിൽ സ്ഥിരതാമസക്കാർ ആയിരിക്കേണ്ടതാണ്. മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ ആയിരിക്കേണ്ടതാണ്. അപേക്ഷകർ നിലവിൽ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ തുടങ്ങിയ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതല്ല. സർവീസ് പെൻഷൻ, ഫാമിലി പെൻഷൻ, EPF പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്കും അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതല്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് റേഷൻ കാർഡ്, ആധാർ കാർഡ്, പ്രായം തെളിയിക്കുന്ന രേഖ, പദ്ധതി അർഹമാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തി പ്രസ്താവന കൂടി നൽകേണ്ടതായിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, IFSC കോഡ് സഹിതം അപേക്ഷയോടൊപ്പം തന്നെ ആവശ്യമാണ്. അർഹരായിട്ടുള്ളവർ ഇനിയും അപേക്ഷ വച്ചിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ അപേക്ഷിക്കേണ്ടതാണ്. ആവശ്യമായിട്ടുള്ള രേഖകൾ കൂടി നൽകേണ്ടതാണ്. അല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതാണ്. വീണ്ടും അപേക്ഷിക്കുവാൻ സാധിക്കുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. അതുപോലെ തൊഴിലന്വേഷിക്കുന്ന യുവതീ-യുവാക്കൾക്ക് നൈപുണ്യ വികസനത്തിനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും സഹായത്തിനുമായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രജുല കണക്ട് വർക്ക് സ്കോളർഷിപ്പ്. പ്രതിമാസം 1000 രൂപ വീതം ഒരു വർഷം, അതായത് പരമാവധി 12 മാസത്തേക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഇതിലേക്ക് അപേക്ഷിക്കുവാനുള്ള പ്രായം 18-നും 30-നും ഇടയിൽ ആയിരിക്കേണ്ടതാണ്. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. +2 ITI, ഡിപ്ലോമോ അല്ലെങ്കിൽ ബിരുദം പാസ്സായവർക്ക് ശേഷം നൈപുണ്യ വികസന കോഴ്സുകൾ, സർട്ടിഫിക്കേഷൻ, PSC, UPSC, ബാങ്ക് ടെസ്റ്റ് പോലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കോ ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പദ്ധതിയിൽ APL, BPL റേഷൻ കാർഡ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണമെന്ന നിബന്ധനയുണ്ട്. ഈ സ്കീമിന്റെ മറ്റൊരു പ്രത്യേകത, ആദ്യം അപേക്ഷിക്കുന്ന അർഹരായിട്ടുള്ള 5 ലക്ഷം പേർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. അതിനാൽ എത്രയും വേഗം തന്നെ അർഹരായിട്ടുള്ളവർ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. പുതിയ പദ്ധതികളിലേക്ക് അർഹരായവർ അപേക്ഷിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള രേഖകൾ കൂടി സമർപ്പിക്കുവാൻ മറക്കരുത്. അപേക്ഷകളിൽ തെറ്റുകൾ വരാതെയും പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളും ഇപ്പോൾ കൃത്യമായിട്ട് നിർദ്ദേശം നൽകി തുടങ്ങിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.